നീ എന്തിനാ ഇങ്ങനെ കരഞ്ഞേ? ദേഹം എല്ലാം വേർതിരിക്കുന്നു. ആമി, ഞാൻ ഓക്കെയാ, നീ പോയി കിടന്നോ. സത്യമായിട്ടും നിനക്കൊരു വിഷമമില്ലല്ലോ? ഇല്ല ആമി, ഞാൻ എന്തൊക്കെയോ കണ്ടു, അതിന്റെ ഹാങ് ഓവറിൽ അങ്ങ് കരഞ്ഞു പോയതാ. നീ പോയി കിടന്നുറങ്ങ. ഞാൻ ഉറങ്ങാണേ. നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ വിളിച്ചേക്കണം. ഞാൻ വിളിച്ചോളാം. ഗുഡ് നൈറ്റ്. എന്നാ നീ ഉറങ്ങാൻ നോക്ക്. കൈവളകൾ മിണ്ടാതായി, ചൈത്രം കണ്ണെഴുതാനെത്താതായി, സ്വർഗത്തോ നീ എന്നരികത്തോ, മേലേ മാനത്തോ എന്നുവരും നീ മഴവിൽ തേരിൽ ഉള്ളിൽ തേങ്ങി തീരാമോ. ഹലോ, എന്താ ഇവിടെ? കിളിവാതിലിൽ കാതോ. ഹലോ, എക്സ്ക്യൂസ് മീ. പാറു? ആ, സാറും ഉണ്ടായിരുന്നോ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇവിടെ ചിലർക്ക് ഈ മര്യാദയൊന്നും ഇല്ല. ഇതെന്താ, ഊമയാണോ? ബൈ സർ. എടി പൂച്ചേ, നീ എന്തിനാടി ഓഫീസിൽ പോയേ? നീ എന്തിനാ ആമി എന്നെ പൂച്ച പൂച്ചയെന്ന് വിളിക്കുന്നേ? നീ വിളിക്കുന്നത് കേട്ടിപ്പോ അങ്കദും ആൽബിയും പിന്നെ സ്റ്റീഫനും ഒക്കെ എന്നെ പൂച്ചയെന്നും ചക്കിയെന്നൊക്കെ വിളിക്കുന്നേ. അത് പിന്നെ നിന്നെ കാണാൻ ഒരു ചക്കിപ്പൂച്ചയെ പോലെയല്ലേ ഇരിക്കുന്നേ, അതുകൊണ്ടല്ലേ. ചക്കിപ്പൂച്ച നിന്റെ മറ്റവൻ. അവൻ ചക്കിപ്പൂച്ചയല്ല, കാലമാടനാ, കാലമാടൻ. ഒരുമാതിരി മൂർഖൻ പാമ്പിന്റെ സ്വഭാവമുള്ള അൺറൊമാന്റിക് മൂരാച്ചി. അപ്പൊ ഇന്നലെ നന്നായിട്ട് കിട്ടിയല്ലേ? അല്ലെങ്കിൽ എന്റെ പ്രശ്നം ഇവിടെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ വേറൊരു അൺറൊമാന്റിക് മൂരാച്ചിയല്ലേ? ഇല്ലടാ പന്നെ, നീ പറ, എന്താ ഇന്നലത്തെ പ്രശ്നം? എന്നത്തെയും പ്രശ്നം തന്നെ. എനിക്കിപ്പോഴും വയസ്സറിച്ചിട്ടില്ലെന്നാ കോലമാടന്റെ വിചാരം. എന്നിട്ടെന്താ, ഫോണിൽ കിടന്ന് കൊഞ്ചാതെ പോയി പഠിച്ചോളാൻ. നീ വല്ലാതെ വിളിക്കണ്ട. ഇതെല്ലാം കേട്ട് വിഷമിച്ച് ഞാൻ ഉറങ്ങാതിരിക്കുമ്പോഴാ നീ കടന്ന് പോകുന്നത് കണ്ടത്. സത്യത്തിൽ ഇന്നലെ എന്ത് സ്വപ്നം കണ്ടേ? അത് സ്വപ്നം ഞാൻ ഓർക്കുന്നില്ല, മറന്നുപോയി. ഇന്നലെ രാത്രി കണ്ട സ്വപ്നം നീ ഇത്ര പെട്ടെന്ന് മറന്നോ? നിനക്കെന്താ വല്ല അൾഷിമേഴ്സും ഉണ്ടോ? ആ, ഞാൻ അങ്ങനെയാ. ചില സ്വപ്നങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് അങ്ങ് മറക്കും. വല്ലാത്തൊരു സ്വഭാവം. അതൊക്കെ പോട്ടെ, നീ ഇപ്പൊ എന്തിനാ സ്റ്റാഫ് റൂം പോയേ? ഞാൻ അലക്സ് സാറിനെ കാണാൻ. ഞാൻ പറഞ്ഞിട്ടല്ലേ പോയേ. അലക്സ് സാറിന്റെ ക്യാബിൻ അവിടെ അല്ലല്ലോ മോളെ. അത് പിന്നെ കമ്പ്യൂട്ടർ ലാബിൽ പോയപ്പോ അലക്സ് സാർ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ പോയി അവിടെ ഉണ്ടാവും വിചാരിച്ച് അങ്ങോട്ട് പോയപ്പോ അവിടെ കാലമാടൻ. അതാ സംഭവിച്ചേ. ആഹാ, എന്നിട്ട് നീ എന്താടി പോലീസോ? ഒരുമാതിരി കുറ്റവാളികളോട് സംസാരിക്കുന്ന പോലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതോ നിന്റെ ഇക്കാനോട് സംസാരിച്ച് മൊത്തം സ്വഭാവം അതുപോലെ ആയോ? എന്താടി എന്റെ ഇക്കാക്കൊരു കുഴപ്പം? ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച്? ഞാൻ ഇത്തിരി കുഞ്ഞായതുകൊണ്ട് എന്നോട് ഇത്തിരി റൊമാൻറ്റിക് അല്ലാതെ പെരുമാറുന്നേ ഉള്ളൂ. അത് മുത്താടി മുത്ത്. അല്ലെന്ന് ഞാൻ പറഞ്ഞു. പുള്ളി പോലീസ് ആയതുകൊണ്ട് പോലീസിന്റെ സ്വഭാവം ചിലപ്പം കാണിച്ചെന്നിരിക്കും. നീ എന്തിനാ പോലീസ് ആവുന്നത്? നീ വാക്കു മാറ്റില്ലേ മോളെ. കം ടു ദ പോയിന്റ്. നീ ഇപ്പൊ വിയേർഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് മൊത്തം. നീ എന്താ ശബരി സാർ ചോദിച്ചതിനൊന്നും മറുപടി പറയാത്തെ? ആൻസർ ചെയ്യാൻ മൂടില്ലാത്ത സമയത്തായിരിക്കും അയാൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ എന്തിനാ അയാളെന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? എനിക്ക് അയാളെ ഇഷ്ടമല്ല. നിന്നോട് ആരെങ്കിലും അയാളെ ഇഷ്ടപ്പെടാൻ പറഞ്ഞു? നീ അയാളെ പഠിപ്പിക്കുന്നത് കേട്ട് പഠിച്ചാൽ മാത്രം മതി കേട്ടോ. വാ, എന്നാ പോയി പഠിക്കാം. പൊടി പോയി രക്ഷപ്പെട്. നിന്നെ എന്റെ കൈ കിട്ടും, അപ്പൊ ഞാൻ എടുത്തോളാം. ഗുഡ് മോർണിംഗ്. സിറ്റ്. ഹായ്, ഐ ആം ശബരി ബാലചന്ദ്രൻ ഫ്രം തലശ്ശേരി, കണ്ണൂർ. നിങ്ങളുടെ ഓരോരുത്തരുടെ പേരൊന്നും ഞാനിപ്പോൾ ചോദിക്കുന്നില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെ പേരും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഒന്നും തൽക്കാലം എൻ്റെ ബ്രെയിനിലില്ല. ഞാൻ പതുക്കെ നിങ്ങളുടെ പേര് പഠിച്ചോളാം. ഇപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. കുറേ പോർഷൻസ് കവർ ചെയ്യാനാണെന്ന് ബേബി സാർ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ക്ലാസ് എടുക്കുന്നത്. ആരും ഡിസപ്പോയിൻറ്റഡ് ഒന്നും ആവണ്ട. അയ്യേ, ഇയാൾക്ക് കാണുന്ന ലുക്കേ ഉള്ളൂ. ഫസ്റ്റ് ഡേ തന്നെ ക്ലാസ് എടുത്ത് വെറുപ്പിക്കുന്നു. സെക്കൻഡ് മോഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ ഇൻകംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ നിങ്ങളുടെ കംപ്ലീറ്റ് ആയ ഏതെങ്കിലും നോട്ട് നോക്കിയിട്ട് ഫിനിഷ് ചെയ്തോളാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് തേർഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ?
first of a series of machine learning tutorials that we'll be looking at. The first topic that we're going to address is linear regression, which models one of the simplest kind of relationships between variables. So what is regression? Regression analysis investigates the relationship between one or more target or dependent variables and one or more predictor or independent variables. It is used in time series modeling, forecasting, and in finding causal relationships. Regression allows us to find the significant relationships that exist between variables and also the strength of impact each variable has on the dependent variable. It also allows us to find relationships between variables that are measured at different scales. So what is simple linear regression? It is a model that describes the relationship between one dependent variable and one independent variable. The relationship that it models is not deterministic in that one variable cannot be... Listen, all of you. ഒരു കംപ്ലീറ്റ് ആയ നോട്ട് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. ആരുടെ ആയിരിക്കും? സർ, പാർവതിയുടെ നോട്ട് കംപ്ലീറ്റ് ആയിരിക്കും. അതെന്താ, വേറെ ആരും നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ? ആരുടെ നോട്ടും കംപ്ലീറ്റ് അല്ലേ? ആമിന, തന്റെ നോട്ട് കംപ്ലീറ്റ് ആണല്ലോ അല്ലേ? ഇല്ല സർ, കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്. ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങുന്നത് കണ്ട നോട്ടെല്ലാം ഫിനിഷ് ചെയ്ത് എല്ലാം പഠിച്ചു തികഞ്ഞ പോലെ ഉണ്ടല്ലോ. സോറി സർ, ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. ഇന്നെന്തായാലും എനിക്ക് ആ നോട്ട് ആവശ്യമുണ്ട്. എനിക്ക് ഇത്ര നാൾ നടന്ന ക്ലാസ് എന്താണെന്ന് അസസ് ചെയ്ത് വെക്കണം. പിന്നെ നിങ്ങൾക്ക് 2 days ഞാൻ തരും. വിത്തിൻ 2 days യു ഹാവ് ടു കംപ്ലീറ്റ് ദ നോട്ട്. പിന്നെ ഇന്ന് വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഈ 2 ദിവസം കൊണ്ട് നിങ്ങൾ നോട്ട് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ സാറ്റർഡേ, സൺഡേ 2 ദിവസം കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണ്. മൺഡേ ഞാനൊരു അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തും. ഇതുവരെ എടുത്ത എല്ലാ ക്ലാസ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ആരെങ്കിലും ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ അവർക്ക് ഞാൻ എന്തായാലും റീടെസ്റ്റ് ചെയ്യും. അപ്പം മാക്സിമം മൺഡേ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. തീർന്നു. എന്താണ് ഇതൊക്കെ? പാർവതി, ആ നോട്ടും തരാമോ? ഞാൻ എവനിങ്ങേ തിരിച്ചു തരുള്ളൂ. ഞാൻ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് തിരിച്ചു തന്നേക്കാം. എവനിങ് സ്റ്റാഫ് റൂമിൽ വന്ന് വാങ്ങാമോ? ഓക്കെ ദെൻ. അപ്പോൾ പ്രിപ്പയർഡ് ആയിട്ട് വരിക, മറക്കണ്ട. മൺഡേ ടെസ്റ്റ് ഉണ്ട്. എടി, നീ പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഇയാളാള് ശരിയല്ല, വന്ന ദിവസം തന്നെ എക്സാം. പക്ഷെ അയാളുടെ ക്ലാസ് അടിപൊളിയാ. കൃത്യം, വ്യക്തം, സുതാര്യം. മിറാക്കിൾ. ഈ പൂജ ശബരി സാറിനെ കുറിച്ച് നല്ലത് പറയുന്നു. അയ്യോ, അതുകൊണ്ടൊന്നല്ല. നീയല്ലേ പറഞ്ഞത് അയാൾ പഠിപ്പിക്കുന്നത് കേട്ട് പഠിച്ചാൽ മാത്രം മതിയെന്ന്? ഞാനത് സീരിയസ് ആയിട്ട് എടുത്തു. വേണ്ടായിരുന്നു. വാ, എനിക്കിതൊന്നും താങ്ങാനുള്ള കെൽപ്പില്ല. വല്ലതും കഴിക്കണം. നൈസ് ഹാൻഡ് റൈറ്റിംഗ്, നല്ല സ്കോർ. ഇവളാള് കൊള്ളാലോ. സർ, മേ ഐ കം ഇൻ? കമിൻ. സർ, നോട്ട്. ഓ, ഇവിടെ ഫുൾ ആൾക്കാരാണല്ലോ. ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല. പാർവതി, ഞാനത് ഫോട്ടോ എടുത്ത് വെച്ചില്ലായിരുന്നു. ഞാനത് നാളെ തന്നാ മതിയോ? ഓക്കേ സർ. നാളെ മോർണിംഗ് വന്നാ മതി. ഇന്ന് താൻ സ്റ്റാഫ് റൂമിൽ വന്നില്ലേ, അതേസമയം. പാർവതി, എന്താ ഓക്കെ അല്ലേ? ഓക്കേ സർ. എന്തു പറഞ്ഞാലും ഓക്കെ. ഇതെന്താ, ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണോ? നാളെ ഇനി സംസാരിക്കാൻ ഗ്യാപ്പ് കിട്ടിയിട്ടും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ വായിൽ നിന്ന് ഒരക്ഷരം വീഴുന്ന തോന്നുന്നില്ല. ഞാൻ പോട്ടെ. ഓക്കെ, നാളെ കാണാം. പാറു, നിന്റെ സ്റ്റാറ്റിയുടെ നോട്ട് എന്താ? അത് സാർ എനിക്ക് തന്നില്ല. നാളെ രാവിലെ തരാന്നാ പറഞ്ഞേ. അയ്യോ, ഇനി ഞാനെങ്ങനെ നോട്ട് എഴുതും? കുറച്ച് ഫോട്ടോ എടുക്കാൻ ഇത്രയും സമയം വേണോ? പോരാത്തതിന് എക്സാമും പറഞ്ഞിട്ടുണ്ട് മൺഡേ. നാളെ ഒരു ദിവസം ഉണ്ടല്ലോ, അത്രമാത്രം നോട്ടൊന്നും ഇല്ലടി. എടി ചക്കിപ്പൂച്ചേ, നീ എന്നെ ഹെൽപ്പ് ചെയ്യൂടി പ്ലീസ്. എനിക്ക് വയ്യതെല്ലാം എഴുതാൻ. ഇല്ലല്ലോ ഡാമിക്കുട്ടി, 4 നോട്ട് എഴുതിയിട്ടെങ്കിലും നിന്റെ തലയിൽ എന്തെങ്കിലും കയറട്ടെ. അല്ലെങ്കിലും നിനക്കൊന്നും ഒരു സ്നേഹമില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഒറ്റയ്ക്കാണ് ഈ ലോകത്ത്. എനിക്ക് ആരുമില്ല സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും. പക്ഷെ ഞാൻ കാത്തിരിക്കും. എന്നെ സ്നേഹിക്കാൻ ഒരാൾ വരുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആഹാ, ഗംഭീരം. സബാഷ്. നിന്റെ ഡ്രാമ നിർത്തി കിടന്നുറങ്ങുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നാളെ ശബരി സാർ ഗെറ്റ് ഔട്ട് അടിക്കും. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അതിനെ വെറുതെ വിട്ടത്. ഓ, ഇപ്പൊ നീ ശബരി സാറിന്റെ ആളായി. ഞാൻ പുറത്ത്. നാളെ നോട്ടില്ലാതെ ഈ പടി എങ്ങാനും കയറിയാ ഞാൻ പറഞ്ഞേക്കാം. അവള് നോട്ട് കൊടുത്തിട്ട് വാങ്ങാതെ വന്നിരിക്കുന്നു. നാളെ ഞാൻ വാങ്ങിക്കാം.
10 മണിക്ക് ശേഷം അവൾക്ക് എഴുതാനുള്ള ബോധം ഉണ്ടായത്. കിടന്നുറങ്ങടി. ഓ, ആ നോട്ടിൻ്റെ കുറച്ച് ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. ഇത്ര നീറ്റായിട്ടാണ് അവൾ ഈ നോട്ട് എഴുതിയിരിക്കുന്നത്, പ്രിന്റഡ് ബുക്ക് പോലെ. ഇന്നെന്താ എനിക്ക് ഉറക്കം വരാത്തത്? പാർവതി ശങ്കർ, ജനനി ശങ്കറിൻ്റെ അനിയത്തി. അതിനുമപ്പുറം ആ ബുക്കും ആ മുഖവും എന്നെ ചിലപ്പോഴൊക്കെ അലോസരപ്പെടുത്തുന്നുണ്ടോ എന്നൊരു സംശയം, എൻ്റെ ഉറക്കം കെടുത്തുന്നുണ്ടോ എന്നൊരു സംശയം. ഓരോ ചിറകടികൾ കേൾക്കുമ്പോഴും ഓരോ കരിയിലകൾ വീഴുമ്പോഴും ഗായത്രി, കാണാനോടി വരും കാണാൻ നമുക്ക് പോവാം. ഞാൻ ഗായത്രി അല്ല, ഞാനല്ല ഗായത്രി. എന്ന് വെച്ചാ ഞാൻ തന്നെയല്ലേ? ഗായത്രി തന്നെയാണ് നിങ്ങളുടെ കൂടെ വരാൻ പോകുന്നത്. കണ്ണീരൊഴുകുന്നു കിളിവാതിലിൽ കാതോ. എന്താ ഞാനിങ്ങനെ ഒരേ സ്വപ്നം കാണുന്നത്? സ്വപ്നം, അതൊരു സ്വപ്നമാണ്. പക്ഷെ അതെന്താ എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത്? എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ അയാളെ കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കും. ഇല്ല, ഞാൻ ഇനി അയാളെ കുറിച്ച് ചിന്തിക്കില്ല. അയാളെ കാണാൻ പോലും പോവില്ല. സ്വപ്നമായിരുന്നു. എന്ത് സ്വപ്നം അത്? അവൾ എൻ്റെ മുഖത്ത് നോക്കി കരയുന്നത് പോലെ. ഉറക്കം വരുന്നില്ല, സമാധാനം പോയി. ഒന്ന് നടന്നിട്ട് വന്നാലോ? ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലൂടെ പോയാലോ? പാർവതി അവിടെ ഇതുവരെ ഉറങ്ങിയില്ലേ? രാവിലെ അമ്മയുടെ കൂടെ പോയ അവൾ എന്തായാലും എന്നെ കൂട്ടി ഓഫീസിൽ പോകും ബുക്ക് വാങ്ങാൻ. അത് വേണ്ട, പിന്നീട് പോവാം. നീ ഇതുവരെ റെഡി ആയില്ലേ? നീ കോളേജിലേക്കൊന്നും വരുന്നില്ലേ ഇന്ന്? ഇന്നെന്താ ഒരു മൂഡിലായിരുന്നു. നീ നടന്നു, ഞാൻ വേഗം റെഡി ആയിട്ട് വരാം. നിനക്കെന്താ പറ്റിയേ? നിന്റെ മുഖത്തെന്താ ആകെ ഒരു ക്ഷീണം? നിനക്കെന്തെങ്കിലും അസുഖമുണ്ടോ? പൊന്നു മോളെ, എനിക്കൊരു പ്രശ്നമില്ല. ഇനി സംസാരിച്ചിരുന്നാലേ എനിക്ക് നേരം വൈകും. നീ പോവാൻ നോക്ക്, ഞാൻ ഉടനെ വരാം. എന്നാ നമുക്ക് ഒരുമിച്ച് പോവാം. നീ റെഡി ആവ്, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഓ, ഒന്ന് വേഗം പോടി, ഞാൻ വേഗം റെഡി ആയിട്ട് വരാം. ഓ, അവളുടെ ഒരു ജാട. എന്നാ വേഗം വരാൻ നോക്ക്, ഞാൻ പോവാ. ഓ, ലേറ്റായി. പാർവതി എത്തിയിട്ടുണ്ടാവോ എന്തോ? കണ്ടാലും സംസാരിക്കാൻ പറ്റും തോന്നുന്നില്ല. എത്ര നേരായി? അവളെന്ത് വരാത്തെ? അവൾക്ക് ഈ ബുക്കൊന്നും വേണ്ടേ? അവളല്ലേ പോകുന്നത്? പാർവതി, ഹലോ. അവളെന്താ ഞാൻ വിളിച്ചിട്ട് മിണ്ടാതെ പോയത്? എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അതല്ലേ ഉറങ്ങാതിരിക്കുന്നത്. പക്ഷെ അത് എന്നോട് കാണിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് അമിന. സർ, പാറുവിന്റെ ബുക്ക്. പാർവതി എവിടെ? താനെന്താ അവളുടെ ഹെൽപ്പറാണോ? അല്ല സർ, അവൾക്ക് വയ്യ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അവക്കെന്തു പറ്റി? വയറുവേദന. എന്നിട്ട് നേരത്തെ ഞാൻ കണ്ടപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതെപ്പോഴും വരില്ല സർ, ഇടയ്ക്കിടയ്ക്ക് പീരിയഡ്സിന്റെ വേദന, പിന്നെ മൂഡ് സ്വിങ്സ് എല്ലാം. അതൊക്കെ സാറിന് എങ്ങനെ പറഞ്ഞ് മനസ്സിലാവാ? സർ, ആ ബുക്ക് തരുമോ? ഞാൻ പൊക്കോട്ടെ. ഇതാ ബുക്ക് എടുത്തോ. ഇതാ നിന്റെ ബുക്ക്. ഇനി ഒരു നോട്ടല്ല 100 നോട്ട് നീ എഴുതി തരാന്ന് പറഞ്ഞാലും ഇതുപോലുള്ള പണിക്ക് ഞാൻ പോവില്ല. തൽക്കാലം ഈ നോട്ട് നീ കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ എഴുതി തരാടി. ഇപ്പൊ എന്താ പ്രശ്നം ഉണ്ടായേ? അയാളെന്റെ ഇക്കാനങ്ങാട് വലിയ പോലീസ് അടി. അവസാനം ഞാൻ എന്റെ വായി വന്ന കള്ളം പറഞ്ഞ് രക്ഷപ്പെട്ടു. നീ എന്നിട്ട് എന്താ പറഞ്ഞേ? നിനക്ക് പീരിയഡ്സിന്റെ മൂഡ് സ്വിങ്സും പെയിനും ഒക്കെയാണെന്ന് പറഞ്ഞു. അയ്യേ, എന്തിനാ അങ്ങനെ പറഞ്ഞേ? അല്ല പിന്നെ ഞാൻ എന്തു പറയണം? അയാള് വിശ്വസിച്ചില്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അയാള് ചോദ്യം ചോദിക്കുന്നത് നിർത്തി. അത് തന്നെയായിരുന്നു എന്റെ ആവശ്യം. നിനക്ക് ഇതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, നേരെ പോയി വാങ്ങാറുന്നില്ലേ? നിനക്ക് എന്തോ ഉടായിപ്പുണ്ട് ഈ ഇടയായിട്ട്. ഞാൻ പിടിക്കുന്നുണ്ട്. ഓ, ഞാനൊന്ന് എഴുതട്ടെ, ഡിസ്റ്റർബ് ചെയ്യാതപ്പോ.
2 ദിവസമായിട്ട് ക്ലാസ്സിൽ വരുന്നില്ലല്ലോ. ഇത് ചോദിക്കാനാണോ ഇത്ര നേരം ആമി 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 എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്? നീട്ടങ്ങ് ചോദിച്ചാ പോരെ? അതെങ്ങനെ? ആ കാര്യം പറയാൻ വേണ്ടിയാന്ന് വന്നപ്പോ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പൊ നിനക്ക് അറിയണോ അല്ലേ? പറടി, എന്ത് പറ്റിയാക്ക്? അയാൾക്ക് എന്തോ ആക്സിഡന്റ് ആയിന്നോ വയറിന് എന്തൊക്കെ പറ്റിയെന്നൊക്കെ കേട്ടു. കൃത്യമായിട്ട് ഞാനും ചോദിച്ചില്ല. ചോദിക്കാൻ നിന്നപ്പോഴേക്കും നീ അങ്ങ് പോയില്ലേ. ഞാൻ നിന്റെ പിന്നാലെ വന്നു. വയറിന് എന്തോ പറ്റിയെന്നോ? എന്നിട്ട് നീ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാതെ വന്നോ? നീ ഇതിനെതിരെ എത്ര പാനിക്കാവുന്നത്? അതിന് മാത്രമൊന്നും ഇല്ലെന്നാ കേട്ടെ. അയാൾ ഇവിടെ അയാളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഓരോ ചിറകടികൾ കേൾക്കുമ്പോഴും ഓരോ കരിയിലകൾ വീഴുമ്പോഴും അലകടലായി കാണാനോടി വരും കാണാതകലും. ആരിത്? മാഡോ? മാഡം എന്താ ഇവിടെ? സർ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? അതിന്റെ ആവശ്യമില്ല, പാർവതി പൊക്കോളൂ. പ്ലീസ് സർ, സാർ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? ഞാൻ തന്നെ അവോയ്ഡ് ചെയ്യേ? ആഹാ, ഇതിപ്പോ അങ്ങനായോ? തനിക്ക് ഞാനൊരു ശല്യാണെന്ന് മനസ്സിലായപ്പോ ഞാൻ 2 ദിവസം മാറി നടന്നു. സാറിന് വയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ പറ്റിയേ? ഓക്കെ ആയോ? സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. പേര് ചോദിച്ചാൽ പോലും ആ തിരുവായി കൊണ്ടൊന്നും മൊഴിയാത്ത ആളോട് ഞാൻ എൻ്റെ ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞു തരണോ? പാർവതി പോവാൻ നോക്ക്, എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. സർ പ്ലീസ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. സാറിന് എന്ത് ഡീറ്റെയിൽസാ വേണ്ടത്? എന്റെ പേര്, അഡ്രസ് എന്ത് വേണമെങ്കിലും ഞാൻ പറയാം. എന്റെ പേര് പാർവതി ശങ്കർ. എന്റെ അച്ഛന്റെ പേര് ശങ്കർ മഹാദേവൻ. അമ്മ വിമല. ഒരു ചേച്ചിയുണ്ട്, ജനനി ശങ്കർ. ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ പേര് ആരോ വിശ്വനാഥ്. എനിക്ക് 18 വയസ്സായി. പിന്നെ എന്റെ വീട് പാലക്കാട് ഒലോക്കോട്. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് ആവശ്യമുണ്ടോ? എന്തിനാണോ ഇത്ര പാനിക്കാവുന്നത്? താനൊന്ന് കൂളാവ്. കമൻ. എനിക്കറിയില്ല സർ. സാറിപ്പോ ഓക്കെ ആണോ? എടോ, എനിക്കൊരു കുഴപ്പമില്ല. ചെറുതായിട്ട് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. ഞാൻ വയറിടിച്ചാ വീണത്. അതുകൊണ്ട് 2 ദിവസം റെസ്റ്റ് എടുക്കാന്ന് വെച്ചു. അതല്ലാതെ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. എന്നെ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതായി തോന്നുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ അല്ലേ? സാറിന് വേറെ പേഴ്സണൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ശരിക്കും തന്റെ പ്രശ്നം എന്താ? താനെന്തിനാ ഇങ്ങനെ നെർവസ് ആവുന്നത്? എനിക്ക് വേറെ പേഴ്സണൽ പ്രശ്നമൊന്നുമില്ല. എന്റെ പ്രശ്നം, ഞാൻ എന്തൊക്കെ സ്വപ്നം കാണുന്നു. എനിക്ക് അതിന് രക്ഷപ്പെടാനാ ഞാൻ സാറിനെ അവോയ്ഡ് ചെയ്ത് നടന്നത് പോലും. സ്വപ്നം കാണുന്നതിന് എന്നെ അവോയ്ഡ് ചെയ്ത് നടക്കേണ്ട ആവശ്യം എന്താ? ഞാനാണോ സ്വപ്നത്തിൽ വന്നത്? സർ, അത് ഞാൻ പിന്നെ പറയാം. ഞാൻ പൊക്കോട്ടെ. ആബി എന്നെ അന്വേഷിക്കും. ഓക്കെ, താനിപ്പോൾ അത് പറയാൻ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്കതിനെ പറ്റി പിന്നെ സംസാരിക്കാം. തൻ്റെ ഫാമിലിയൊക്കെ പാലക്കാടാണോ? ആക്ച്വലി എനിക്ക് അവിടെ കുറേ റിലേറ്റീവ്സ് എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അമ്മ ഞാൻ ചെറുതാവുമ്പോഴേ മരിച്ചുപോയി. എനിക്കൊരു ഫാമിലി എന്ന് പറയാൻ ചേച്ചി മാത്രമേ ഉള്ളൂ. അവളിപ്പോ അവളുടെ ഹസ്ബൻഡിന്റെ കൂടെ മുംബൈയിലാ താമസം. മുംബൈയിലോ? അവിടെയാണോ അവർ ജോലി ചെയ്യുന്നത്? ആക്ച്വലി ഏട്ടന് ഇവിടെ ARV എന്ന് പറഞ്ഞ് ചെറിയൊരു കമ്പനി ഉണ്ടായിരുന്നു. ചേച്ചിയായിരുന്നു ഏട്ടന്റെ PA. പിന്നീട് കല്യാണം കഴിഞ്ഞ് പുതിയൊരു ബ്രാഞ്ച് തുടങ്ങാൻ വേണ്ടി മുംബൈയിലേക്ക് പോയതാണ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറെ ഫോർമാലിറ്റീസും ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് രണ്ടുപേരും അവിടെ തന്നെയാണ് ഇപ്പൊ താമസം. ARV ഒരു ചെറിയ കമ്പനിയാണോ? വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയല്ലേ? അതൊരു വലിയ കമ്പനിയാണെന്നും പറഞ്ഞിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്തത്. പക്ഷേ ചെന്നപ്പോ അതൊരു ചെറിയ കമ്പനിയായിരുന്നു. മറ്റു കമ്പനികളിൽ നിന്നും പ്രൊഡക്ട്സ് വാങ്ങി ARVയുടെ ലാബിലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ചെറിയൊരു കമ്പനി. മറ്റു കമ്പനിയുടെ പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ ഏതൊക്കെ കമ്പനിയുടെ പ്രൊഡക്ട്സ്? അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. ചേച്ചി അവിടെ കയറുമ്പോ ഒരു പ്രൊമോഷന് ചാൻസ് ഇല്ല, കരിയർ ഗ്രോത്ത് ഉണ്ടാവില്ല എന്നൊക്കെ കണ്ടപ്പോ ചേച്ചി അവിടെ നിന്ന് ഇറങ്ങാൻ പോയതാണ്. പിന്നെ നല്ല സാലറി ഒക്കെ ഓഫർ ചെയ്തപ്പോ, മാത്രമല്ല ചേച്ചിക്ക് അധികം വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അതുകൊണ്ട് പുറത്തുനിന്നുള്ള കമ്പനികളുടെ വർക്കൊക്കെ ചേച്ചിക്ക് എടുത്ത് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ഞങ്ങളുടെ ഫാമിലിക്ക് ഒരു എക്സ്ട്രാ ഇൻകം ആയിരുന്നു. അതുകൊണ്ട് കൂടിയാണ് അവിടെ നിന്നത്. ചേച്ചി അപ്പോ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാറില്ലേ? ക്ലയൻസിനെ കാണാൻ പോകേണ്ട ആവശ്യം ഉണ്ടാവാറില്ലേ? ചിലപ്പോഴെല്ലാം. ചേച്ചിയുടെ പ്രൊജക്ട് എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു. അത് പ്രസന്റ് ചെയ്യാനും പിന്നെ ചില ക്ലയൻസിനെ കാണാനൊക്കെ ചേച്ചിയും പോവാറുണ്ട്.
വളരെ റയറായിട്ട് മാത്രം. ചേച്ചിയുടേത് ലവ് മാരേജ് ആയിരുന്നു? ചേച്ചിയുടെ ഭാഗത്തുനിന്ന് നോക്കിയാ അല്ല. അവളുടെ പ്രയോറിറ്റി എപ്പോഴും ഞാനായിരുന്നു. എന്നെ അനിയത്തെ പോലെ ഒരു മോളെ പോലെ സ്വീകരിക്കുന്ന ആരെയും ചേച്ചി ആക്സെപ്റ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഒരാൾ വന്നപ്പോ ആക്സെപ്റ്റ് ചെയ്തു മാത്രം. എന്ന് വെച്ചാ അദ്ദേഹത്തിന് ചേച്ചി ഇഷ്ടമായിരുന്നു എന്നാണോ? ആയിരിക്കാം. എനിക്ക് തോന്നുന്നു ബയോഡാറ്റ കണ്ട് വീണതായിരിക്കുന്നത്. ARVയുടെ സെലക്ഷൻ പ്രോസസ് ചെക്ക് ചെയ്തപ്പോ ഒരുപാട് സ്റ്റെപ്സ് കണ്ടു. ചേച്ചി അതിലൊക്കെ പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷേ ആപ്ലിക്കേഷൻ അയച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ജസ്റ്റ് ഒരു ഓൺലൈൻ ഇന്റർവ്യൂ മാത്രം നടത്തി ചേച്ചിയെ സെലക്ട് ചെയ്തു. പിന്നീട് ചേച്ചി അവിടെ വിട്ടു പോരാൻ കുറെ ശ്രമിച്ചതാണ്. മറ്റു കമ്പനികളിലൊക്കെ ട്രൈ ചെയ്തതാണ്. പലതിലും കിട്ടിയതാണ്. പക്ഷേ അവിടെ വിട്ടു പോരാൻ ചേട്ടൻ സമ്മതിച്ചില്ല. പുതിയ ഓഫേഴ്സ് എല്ലാം കൊടുത്ത് ചേച്ചി അങ്ങ് കംഫർട്ടാക്കി വെക്കുമായിരുന്നു. തന്റെ ചേച്ചി അത്രയ്ക്ക് സുന്ദരിയാണോ? അവള് സുന്ദരി മാത്രമല്ല, സാറിനറിയോ, അവളെന്റെ അമ്മയും കൂടെയാണ്. വെറും 5 വയസ്സ് മാത്രം വ്യത്യാസമുള്ള എന്റെ അമ്മ. അവള് വളരെ ടാലന്റഡും ഹാർഡ് വർക്കിങ്ങും പിന്നെ എന്നെക്കാളൊക്കെ ഒരുപാട് ക്വാളിറ്റി ഉള്ളവളാണ്. ഞാനിപ്പോ കുറച്ചധികം സംസാരിച്ചല്ലേ? സാറിന് ഇനി ഞാൻ സംസാരിക്കാത്ത ആളാണെന്നുള്ള കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ? എന്തായാലും ഞാനിപ്പോ പോട്ടെ. ആമി എന്നെ തിരക്കും. അവളെ തിരിച്ചു വരും മുമ്പേ എനിക്ക് അവിടെ എത്തണം. ഞാൻ പോട്ടെ. ഓക്കെ മാഡം, നാളെ കാണാം. ഓ, വാദ്യാർക്ക് ഇപ്പൊ എന്നെ വിളിക്കാനൊക്കെ സമയമുണ്ടോ? അല്ല, പറഞ്ഞ പണി വല്ലതും നടക്കുന്നുണ്ടോ? അത് പറയാനേ ഇപ്പൊ വിളിച്ചത്. ഡാ, ഇത് കേട്ടിട്ട് നിനക്കെന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു അവൾ ഇന്നസെന്റ് ആണെന്ന്. അവള് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിചാരിക്കേ. പാർവതിയുടെ അറിവിനപ്പുറം ജനനിക്ക് വേറെ സീക്രട്ട് ഒന്നും ഇല്ലാന്ന് തന്നെ വിചാരിക്കേ. എങ്കിൽ പോലും അവൾ അത്ര ഇന്നസെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ നിനക്ക് തോന്നുന്നുണ്ടോ അവൾ എന്റെ വീട്ടിൽ നിൽക്കുന്നതിന് മറ്റൊരു ഉദ്ദേശമില്ലെന്ന്? തന്റെ ഭർത്താവിന്റെ ധീരത തെളിയിക്കാൻ, അവനേക്കാളും ഉത്തമനായ ഒരു പുരുഷൻ ഈ ഭൂമിയിലേ ഇല്ലെന്ന് തെളിയിക്കാൻ, തന്റെ ജീവൻ കളഞ്ഞ് ശത്രുപാളയത്തിൽ ജീവിക്കാൻ അവളെന്താ ഇതിഹാസ കഥയിലെ നായികയോ? അവളെ ഫോളോ ചെയ്ത് നീ അവനെ കൊല്ലും എന്ന് പറഞ്ഞില്ലേ? അത് പേടിച്ചിട്ടാണെങ്കിലോ അവൾ അവിടെ നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവൾ ജീവിതകാലം മുഴുവൻ അവിടെ നിൽക്കുമോ? എന്തോ നമ്മളെപ്പോലെ 1-2 ആഴ്ച കൊണ്ട് തീർക്കാവുന്ന എന്തോ ഒരു പ്ലാനുമായിട്ടാണ് അവളിവിടെ വന്നത്. ചിലപ്പോ അവനെ രക്ഷിക്കാൻ എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് കിട്ടുമെന്ന് നോക്കാനായിരിക്കും. നീ ഇപ്പോഴും ആ പ്രൊജക്ടിന്റെ പിന്നാലെ തന്നെയാണോ? അതോ അവളെ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ ശരിക്കും? ഈ 2 ആഴ്ച വേഗം അങ്ങ് കടന്നു പോകും. ഞാൻ 2 ദിവസമായി വീട്ടിൽ പോയിട്ട്. ഞാനിപ്പോ പോകുന്ന വഴിക്കാണ് നീ എന്നെ വിളിച്ചത്. എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. എന്നാ നീ കോൾ ഔട്ട് ചെയ്തോ. ഇത് ARVയുടെ ഫയലല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നു? ARV ഇത്രയും വലിയ മൾട്ടിനാഷണൽ കമ്പനി ആയിരുന്നു. ഇത് ആരോ ഞാൻ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കാണോ? ഈ മരുന്ന് പിടിച്ചേ. ഓ, കണ്ണെല്ലാം നിറഞ്ഞൊഴുകിയിരിക്കുന്നു. ഇത്രയും വലിയ തലവേദന വന്നിട്ട് എന്തിനാ മോളെ ഫയലെല്ലാം നോക്കാൻ പോകുന്നത്? ഫയലെല്ലാം അവിടെ വെച്ചിട്ട് ഈ മരുന്ന് കുടിച്ചേ. അവനെന്താ ഈ റിപ്പോർട്ടെല്ലാം ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? സാധാരണ വീട്ടിലേക്ക് ഒരു ഫയലും കൊണ്ടുവരാത്തതാ. അമ്മ, DRRDയും ARVയും ഒരു കമ്പനി ആയിരുന്നല്ലേ? അല്ലല്ലോ മോളെ, DRRDയും ARVയും രണ്ടായിട്ട് തന്നെയാ പ്രവർത്തിക്കുന്നത്. സത്യം പറഞ്ഞ ARVയെ കുറിച്ച് ഒന്നും തന്നെ എനിക്കറിയില്ല. എനിക്ക് മാത്രമല്ല വിശ്വാസം. പിന്നെ DRRDയുടെ കാര്യമൊന്നും ആരും അന്വേഷിക്കാറില്ല. രണ്ടിനെ കുറിച്ചും ഒരുപോലെ ധാരണയുള്ളത് ശബരിക്ക് മാത്രമാണ്. ARV വെറും 4 വർഷം കൊണ്ട് പടർന്ന് പന്തലിച്ച ഒരു കമ്പനിയാണ്. വിശ്വേട്ടന്റെ അച്ഛൻ വിശ്വേട്ടനെക്കാളും നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു. ആ കഴിവെല്ലാം ആരവിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെന്ന് ആരാന്ന് നോക്കട്ടെ. മോള് റെസ്റ്റ് എടുക്ക. ആരോ, നീ എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തത്? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ആരുമില്ല. എന്നെ വിഷമിപ്പിക്കാനാണെങ്കിൽ
ഈ ജീവിതത്തിലേക്ക് ക്ഷണിക്കരുതെന്ന്? സത്യത്തിൽ നിന്റെ പേര് ആരോ എന്ന് തന്നെയാണോ? ഞാൻ ഒരിക്കലും സംഭവിക്കരുതെന്ന് ആഗ്രഹിച്ച കാര്യം തന്നെ സംഭവിച്ചല്ലോ ദൈവമേ. ഇനി ഞാൻ ജീവിച്ചിരിക്കണോ? പാറു, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ